ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവരോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ നീ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു തമ്പുരാൻ പറഞ്ഞത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, നൊയമ്പ് ഇവിടെ അവസാനിക്കുകയാണ്. 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസമൊക്കെ. ഇനിയുമുള്ള 10 ദിവസങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ദിവസങ്ങളാണ്. നാം കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും കൂടുതൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുപറ്റുവാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭങ്ങൾ. ഓശാന ഞായറാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പുമൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങളാണ്. അതിൽ ഇഴുകി ചേർന്ന് അതിൽ പങ്കുപറ്റുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇത് വായിച്ചത്. ഇതേ തിരുവചനങ്ങൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ കാണാം. മർക്കോസ് തൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-13 2 വാക്യങ്ങളിൽ ഇത് ഒതുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദിവസം നമുക്ക് വളരെയേറെ ചിന്തകൾ ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മാമോദിസ കഴിഞ്ഞ കർത്താവിനെ ഒരു മരുഭൂമി അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആത്മാവ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു ഭാഗമാണ് ഈ മരുഭൂമി അനുഭവം, ഡെസേർട്ട് എക്സ്പീരിയൻസ്. പഴയ നിയമത്തിലേക്ക് നാം പോകാമെങ്കിൽ നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ശക്തമായ ഈ മരുഭൂമി അനുഭവം കാണാൻ സാധിക്കും. അത് 40 വർഷത്തെ അനുഭവമാണ്. ഇവിടെ കർത്താവ് 40 ദിവസം മരുഭൂമിയിലിരിക്കും. മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളമില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല, സുരക്ഷിതത്വമില്ല, എല്ലാവിധമായ കൃമികളും കീടങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ അധിവസിക്കുന്ന സ്ഥലമാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രലോഭനങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം അപ്പത്തിനു വേണ്ടി കരഞ്ഞതും വെള്ളത്തിനു വേണ്ടി കരഞ്ഞതും മോശയ്ക്കെതിരെ പിറുപിറുത്തതും ഒക്കെ ഈ മരുഭൂമി അനുഭവത്തിൻ്റെ ഭാഗമാണ്. എല്ലാ മനുഷ്യ ജീവിതത്തിലും ഈ മരുഭൂമി അനുഭവമുണ്ട്. പലപ്പോഴും പലരും തളർന്നു പോകുന്നതും മരുഭൂമി അനുഭവങ്ങളിലാണ്. അവർക്ക് നിരാശയുണ്ടാകുന്നത്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോടാരും മിണ്ടുന്നില്ല, ഞാനെന്തിനാ ജീവിക്കുന്നത്. അനേക മനുഷ്യർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ മരുഭൂമി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഈ മരുഭൂമി അനുഭവത്തിൽ എന്ത് ചെയ്യണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ മനുഷ്യ മരുഭൂമി അനുഭവത്തിലും ദൈവം നമ്മോട് പറയും, നമ്മുടെ വിശ്വാസത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കർത്താവ് മരുഭൂമിയിലേക്ക് പോയത് രാവും പകലും ദൈവത്തോട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായിട്ടാണ്. നമുക്കറിയാം, മരുഭൂമി പ്രാർത്ഥനയ്ക്ക് പറ്റിയ സ്ഥലമൊന്നുമല്ല. പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കണം. ദൈവമാണ് നമ്മുടെ എല്ലാം, ദൈവമാണ് നമ്മുടെ ആശ്രയം.
ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ മനുഷ്യ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ എല്ലാ വശത്തുനിന്നും വരാം. പക്ഷേ അവന് സുരക്ഷിതനായിരിക്കണമെങ്കിൽ അവൻ ദൈവാശ്രയ ബോധമുള്ളവനായിട്ട് കഴിയണം, ദൈവത്തോടൊത്ത് വസിക്കണം. ദൈവം സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സംരക്ഷണം കിട്ടത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നവരാണ് ഉപവാസം. ഉപവസിക്കുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തോട് ചേർന്നിരിക്കുക, ഉപവസിക്കുക, ചേർന്നിരിക്കുക. രണ്ട്, ലോകത്തിൽ നിന്നും അകന്നിരിക്കുക, പാപത്തിൽ നിന്നും അകന്നിരിക്കുക, പൈശാചിക ബന്ധങ്ങളിൽ നിന്നും അകന്നിരിക്കുക, നാം ഇഷ്ടപ്പെടുന്ന ലൗകിക ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. നമുക്കറിയാം, സാധാരണഗതിയിൽ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വേണം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം. നമ്മുടെ ശരീരത്തിന് നമുക്ക് കൂടുതൽ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതലായി ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന, പാപത്തിൽ നമ്മളെ നയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന് ഉദാഹരണമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഉദാഹരണങ്ങളാണ്. അശുദ്ധ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. അവിടെ നിന്നൊക്കെ മാറി ദൈവത്തോട് ഏകാന്തതയിൽ ആയിരിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഡെസേർട്ട് എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇവിടെ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്ന കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായ 3 പരീക്ഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, ഭക്ഷണത്തോടുള്ള മനുഷ്യൻ്റെ ഒരാസക്തി. 2, അധികാരത്തോടുള്ള ഒരാസക്തി. 3, ധനത്തോടുള്ള ഒരാസക്തി. 3 ആസക്തികളാണ് ഉള്ള പ്രത്യേകം കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എല്ലാ കാലത്തും എന്നും എപ്പോഴും നമുക്ക് കാണാവുന്ന 3 ആസക്തികളാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയിൽ മനുഷ്യൻ ആദ്യം ചെയ്ത പാപം ഭക്ഷണത്തോടുള്ള ആർത്തിയാണ്, ആസക്തിയാണ്. ദൈവത്തിൽ നിന്ന് അവനെ അകറ്റത് ഭക്ഷണത്തോടുള്ള അവൻ്റെ ആസക്തിയാണ്. ഇന്നും അതുതന്നെയാണ്. മനുഷ്യൻ ഭക്ഷണത്തോട് വലിയ ആസക്തിയുള്ളവനാണ്. അവൻ ജീവിക്കാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത്, പലരും ഭക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന് വിശന്നു. സാത്താനോട് പറയാണ്, നീ കല്ലപ്പമാക്ക്, ഒരു അത്ഭുതം ചെയ്യാൻ. കർത്താവ് തനിക്ക് വേണ്ടി ഒരിക്കലും അത്ഭുതം ചെയ്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തവനാണ്. അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തവനാണ്, വെള്ളം ഉണ്ടാക്കി വീഞ്ഞാക്കി കൊടുത്തവനാണ്, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് യേശു ക്രിസ്തു. സഹോദരങ്ങളെ, എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറയുന്നൊരു വാചകം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണ്ടതുപോലെ നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ വചനം വേണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭോജനം എന്ന് പറയുന്നത്. വചനദർശിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മെ ഈ ആസക്തിയിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 3 പ്രലോഭനങ്ങളെയും കർത്താവ് അതിജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. വചനം നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ വാളാണ്. എല്ലാ പ്രലോഭനങ്ങളെയും തച്ചുടയ്ക്കുവാൻ അതിന് സാധിക്കും. 2ാമത്തെ പ്രലോഭനം അധികാരത്തിൻ്റെതാണ്. ഇന്ന് മത്ത് പിടിച്ച് മനുഷ്യൻ ഓടി നടക്കുകയാണ്. അധികാരം കിട്ടുമ്പോൾ ആ മനുഷ്യൻ കാണിക്കുന്ന എന്തെല്ലാം ഈ ലോകത്തിൽ വൃത്തികേടുകളാണ് മനുഷ്യൻ കാണിക്കുന്നത്. എല്ലാ അധികാരങ്ങളും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുവാനാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. അധികാരങ്ങൾ, നിങ്ങൾ അപ്പനാണെങ്കിൽ അതൊരു അധികാരമാണ്, പക്ഷെ അവിടെ ഒരു ശുശ്രൂഷയാണ്. നീ അമ്മയാണെങ്കിൽ അതൊരു അധികാരമാണ്, അവിടെ ഒരു ശുശ്രൂഷയാണ്. നീ ഒരു അധ്യാപകനാണെങ്കിൽ അതൊരു അധികാരമാണ്, അതൊരു ശുശ്രൂഷയാണ്. നീ ഒരു ഭരണാധികാരിയാണെങ്കിൽ അതൊരു അധികാരമാണ്, ഒരു ശുശ്രൂഷയാണ്. എല്ലാ അധികാരങ്ങളും ശുശ്രൂഷയ്ക്കുള്ളതാണ്. അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയോ പണസമ്പാദനത്തിന് വേണ്ടിയോ ഉള്ളതല്ല. കർത്താവ് അവിടെയും നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വളരെ മനോഹരമായിട്ട് കർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും. അവനെ ഈ അധികാരത്തിന്റെ ഉച്ഛിഷ്ടം നിർത്തിക്കൊണ്ട് പറയണത്, താഴേക്ക് ചാട്, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. കർത്താവോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പലപ്പോഴും അധികാരം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, ദൈവത്തെ പരീക്ഷിക്കുന്ന ഒന്നായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. 3ാമത്തത് സ്വത്തിനോടുള്ള മനുഷ്യന്റെ ആസക്തിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചിട്ട് സാത്താൻ പറയും, എല്ലാം എൻ്റെയാ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി. ഇന്ന് സാത്താൻ സേവകന്മാരും സാത്താൻ ആരാധകരും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു കോൺട്രാക്റ്റാണ്. പ്രിയ സഹോദരങ്ങളെ, സാത്താനുമായിട്ടൊരു കോൺട്രാക്ട്. അതിൽ എന്ത് സംഭവിക്കുന്നു? ദൈവത്തെ ഉപേക്ഷിക്കുന്നു. അവൻ വിചാരിക്കുന്ന ലോകം മുഴുവൻ അവൻ്റെതായി തീരുന്നു. പക്ഷേ സാത്താൻ ബുദ്ധിയുള്ളവനാണ്.
അവനെ തകർത്ത് തരിപ്പണമാക്കി കളയും. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ വേളയിൽ ഉണ്ടാകാം. അത് അധികാരത്തോടുള്ള പരീക്ഷണമാകാം, ഭക്ഷണത്തോടുള്ള പരീക്ഷണമാകാം, അല്ലെങ്കിൽ സ്വത്തിനോടുള്ള പരീക്ഷണമാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയാസക്തിയുള്ള പരീക്ഷണമാകാം. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം മാത്രമാണ്. ദൈവം സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും രക്ഷപ്പെടുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഈ നൊയമ്പിന്റെ അവസാന ദിനത്തിൽ നാം ഈ നൊയമ്പ് അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ നൊയമ്പിന്റെ വലിയ അരൂപി കാത്തു സൂക്ഷിക്കുകയാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും നൊയമ്പിന്റെയും അരൂപിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനിയുമുള്ള 10 ദിവസങ്ങൾ കൂടുതൽ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ, കൂടുതൽ തീക്ഷ്ണമായ ദൈവാനുഭവത്തിന്റെ ഒന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏതു നിമിഷവും ഏതു തരത്തിലുള്ള പ്രലോഭനവും ഉണ്ടാകാം എന്ന ബോധ്യത്തോടുകൂടി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവാശ്രയ ബോധത്തോട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.